പാസ്പോർട്ടും വിസയും ഒന്നും ആവശ്യമില്ലല്ലോ. ഇതെല്ലാം സലാം സുല്ലമി ശവാബിൽ എഴുതിയതാണ്. അത് എൻ്റെ സഹോദരൻ എടുത്തെടുത്താണ്. വിജനമായ സ്ഥലത്ത് നിന്നും ജിന്നിനോടും മലക്കിനോടും തന്നെ അബൗദികത ഇല്ലെങ്കിൽ ശിർക്കില്ലെങ്കിൽ തേടുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഒരാൾ തേടിയാൽ ഇങ്ങനെ എപ്പോഴും തേടാൻ എന്തേ പറഞ്ഞ ആ ഒരു പ്രശ്നത്തിൽ യാ ഇബാദല്ലാ അഈനൂനി എന്ന ആ വാക്ക് പറയാൻ മാത്രമാണ്, അല്ലാതെ എന്തും ചോദിക്കാന്ന് എപ്പോഴും പറയാന്നല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ ശിർക്കല്ല ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇമാം അഹമ്മദ് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ വഴിതെറ്റി. 5 ഹജ്ജിന് പോയിട്ട് അദ്ദേഹം ഒരിക്കൽ വഴിതെറ്റി. അപ്പൊ അദ്ദേഹം യാ ഇബാദല്ലാ എന്നിങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു കിട്ടി. ഇമാം അഹമ്മദ് മുശ്രിക്കായോ? എന്തായി പറയണത്? ഇമാം നവവി ഇതെടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു എന്റെ ഉസ്താദുമാർ പലരും അത് ചെയ്തിട്ടുണ്ട്, അവർ മുശ്രിക്കാവോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ അത് സ്വഹീഹാണെന്ന് വിചാരിച്ചാൽ പോലും ശിർക്കില്ല അതിൽ. ഇപ്പൊ ഒരു ഹദീസ് ലഈഫാണെന്നും മനസ്സിലാകാത്ത ഒരാൾ സ്വഹീഹാണെന്ന് വിചാരിച്ച് അതനുസരിച്ച് അമൽ ചെയ്താലും തർക്കത്തിലുള്ള ഇസ്തിഗാസ അത് ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അതനുസരിച്ച് അമൽ ചെയ്ത്. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് സ്വഹീഹായ പരമ്പരയോടെ വന്ന സംഭവം അത്. അപ്പൊ അതൊക്കെ നമ്മൾ ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ചിന്തിക്കണം. അതുകൊണ്ട്